എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. എനിക്കൊരു സാരി തന്നെ ഉടുക്കണം. അതെങ്ങനെയാണ് ഉടുക്കുക ഞാനിപ്പോൾ? നോക്കാല്ലേ. സാരി ഉടുക്കുന്നതിന് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്യൂട്ടബിളായ ഒരു ചെരുപ്പിടുവാണ്. അതിനുശേഷം നമ്മളൊരു പാവാട സെക്യൂർ ചെയ്യുന്നു. പാവാടയുടെ നോട്ട് വരേണ്ടത് എപ്പോഴും റൈറ്റ് സൈഡിലാണ്. നമുക്ക് മാച്ചാവുന്ന ഒരു പാവാട നമ്മൾ ടൈറ്റായി സെക്യൂർ ചെയ്തു. അതിനുശേഷം സാരി നമ്മൾ ഉടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സാരിയുടെ ഏറ്റവും ആദ്യം തന്നെ നമ്മളൊരു നോട്ട് ഇടുക. നോട്ട് ഇട്ടതിന് ശേഷം ആ ഭാഗം പാവാടയിലേക്ക് നമ്മൾ ടൈറ്റായി സെക്യൂർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ സാരി നല്ല ടൈറ്റിൽ ഇടത് കൈ കൊണ്ട് പിടിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നല്ല ടൈറ്റായി എടുത്തിട്ട് റൈറ്റ് സൈഡിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഒന്ന് ചെറുതായി സെക്യൂർ ചെയ്ത് വെക്കുക. ഒരു അഡ്ജസ്റ്റിംഗ് സെക്യൂർ ആണത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സാരി പാവാടയിലോട്ടേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം സാരി ഒരു 2 കൈ ലെങ്ത്തിലെടുത്തതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് പാവാടയിൽ ചെറുതായിട്ട് സെക്യൂർ ചെയ്തങ്ങ് വിട്ടേക്കുക. ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണത്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ പുറകിലൂടെ എടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മൾക്ക് ഫ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഫ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗമാണത്. അപ്പോൾ ഫ്ലീറ്റ്സിൻ്റെ ഒരു കറക്റ്റ് ബ്രെഡ്ത്ത് കണക്കാക്കാൻ വേണ്ടി നമ്മൾ സാരി ആദ്യം പകുതിയായിട്ടും പിന്നീട് അതിൻ്റെ പകുതിയായിട്ടും നമ്മൾ ഫോൾഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് തടി കൂടിയ ആൾക്കാർക്കും പ്രായമായവർക്കും പറ്റിയ ഒരു ഫോൾഡിങ് മെത്തേഡാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇതിലും ചെറുതായാണ് നമ്മളെ മുന്താണി ഫ്ലീറ്റ്സ് ഞൊറിയാറ്. ഒന്നുകൂടി ഫോൾഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ഒരു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ 3 വിരലിൻ്റെ ഒരു ബ്രെഡ്ത്താണ്. അപ്പോൾ 3 വിരലിൻ്റെ ബ്രെഡ്ത്തിന് കണക്കായിട്ടാണ് നമ്മൾ ഇനി സാരി ഫ്ലീറ്റ്സ് ഞൊറിയാൻ പോകേണ്ടത്. അപ്പോൾ 3 വിരലിന് കണക്കായിട്ടുള്ള വീതിയിലാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഞൊറിയാൻ പോകുന്നത്. അതിന് കണക്കായിട്ട് ഞൊറിഞ്ഞെടുക്കുകയാണ്. 3 വിരലിന് കണക്കായിട്ട് നമ്മൾ ഒരു ഫിംഗർ ടച്ച് ചെയ്ത് മറ്റേ ഫിംഗറും ടച്ച് ചെയ്ത് പിടിച്ചിട്ട് ഒരിക്കലും ഫോൾഡ്സ് നമ്മൾ വിട്ടു പോകാൻ പാടില്ല കയ്യിൽ നിന്ന്. അപ്പോൾ 2 ഫിംഗേഴ്സും ടച്ച് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഫ്ലീറ്റ്സ് എല്ലാം ഞൊറിയാണ്. നമുക്കിപ്പോൾ കിട്ടിയ ഫ്ലീറ്റ്സിൽ ഏറ്റവും ഔട്ടർ സൈഡ് ലെഫ്റ്റ് സൈഡിലേക്കും ഏറ്റവും ഇന്നർ സൈഡ് റൈറ്റ് സൈഡിലേക്കും നിൽക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ഫോൾഡ്സ് വരുന്നത്. അതിനുശേഷം നല്ലൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഏറ്റവും മുകളിലായിട്ട് വീതിയിൽ സെക്യൂർ ചെയ്യുക. ഇങ്ങനെ വീതിയിൽ സെക്യൂർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോൾഡ്സ് ഒന്നും പിന്നെ ഒന്നും സംഭവിക്കില്ല. അതിനുശേഷം നമ്മളൊരു അയയിൽ അതൊരു ക്ലിപ്പ് വെച്ച് അവിടെ സെക്യൂർ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഫ്ലീറ്റ്സിൻ്റെ വീതിക്കനുസരിച്ച് ബാക്കി വന്ന ഫോൾഡ്സ് എല്ലാം ആ ഒരു വീതിക്ക് കണക്കായിട്ട് റൈറ്റ് ഫിംഗേഴ്സും ലെഫ്റ്റ് ഫിംഗേഴ്സും വെച്ചിട്ട് സാവധാനം ഞൊറിഞ്ഞെടുക്കുകയാണ്. ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഫോൾഡിന് കണക്കായിട്ടായിരിക്കണം പിന്നീട് വരുന്ന എല്ലാ ഫോൾഡ്സും, അല്ലെങ്കിൽ പുറത്തേക്ക് നിൽക്കും. അപ്പോൾ അതിങ്ങനെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുമായിട്ട് ഞൊറിഞ്ഞ് കൊണ്ടുപോയാൽ മതി. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഫ്രണ്ട് ഫ്ലീറ്റ്സിന് കണക്കായിട്ട് സെക്കൻഡ് ഫ്ലീറ്റ്. അപ്പോൾ റൈറ്റ് ഫിംഗേഴ്സും ലെഫ്റ്റ് ഫിംഗേഴ്സും ടച്ച് ചെയ്ത് പിടിച്ച് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയാൽ മതി. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു പരിപാടിയാണിത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ട് ഫ്ലീറ്റ്സിൽ നിന്നൊന്നും ഒട്ടും തന്നെ പുറത്തേക്ക് വരാത്ത രീതിയിലാണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് കയ്യിലിങ്ങനെ ഒതുക്കി വെക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഫ്ലീറ്റ്സും കൂടെ നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. റൈറ്റ് ഫിംഗേഴ്സിൻ്റെയും ലെഫ്റ്റ് ഫിംഗേഴ്സിൻ്റെ ഇടയിൽ. എന്നിട്ട് അവിടെ ഒരു നല്ല സേഫ്റ്റി പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നു. ഇപ്പോൾ രണ്ടാമതും ഒരു സേഫ്റ്റി പിന്ന് കൂടി നമ്മൾ സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അതേ രീതിയിൽ തന്നെ ഫ്ലീറ്റ്സ് ഞൊറിഞ്ഞെടുക്കണം. ഏറ്റവും ഫ്രണ്ട് ഫ്ലീറ്റിന് കണക്കായിട്ട് ബാക്കി വരുന്ന എല്ലാ ഫ്ലീറ്റ്സും നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് ആയിട്ടുള്ള ഒരു സംഭവം. ഇതൊട്ടും ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു മെത്തേഡ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ അയലിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആരെങ്കിലും കൊണ്ടൊന്ന് കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിപ്പിച്ചാൽ മതി നമ്മുടെ ഈ സാരി മുന്താണി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വാതിലിൻ്റെ മുകളിലിട്ടിട്ട് വാതിൽ അടച്ചു കഴിഞ്ഞാൽ വാതിൽ അവിടെ കുടുങ്ങിയിട്ട് നല്ല ടൈറ്റായി നിന്നുകൊള്ളും. ഈ 2-3 മെത്തേഡ്സ് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയായാലും ഒന്ന് തൂങ്ങിക്കിടക്കണം എന്ന് മാത്രം. എങ്ങനെയെങ്കിലും സംവിധാനത്തിലൂടെ ഒന്ന് തൂക്കിയിട്ടാൽ മതി.
അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഫ്ലീറ്റ്സ് എടുക്കുന്നതിന് ഒരു തെറ്റ് പോലും പറ്റില്ല. അവസാനത്തെ ഫ്ലീറ്റ്സും കൂടെ കയ്യിലായി കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ ബ്രെഡ്ത്തിൽ ഒന്നുകൂടെ നമുക്കൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഈ സേഫ്റ്റി പിൻസൊക്കെ പിന്നീട് നമുക്ക് ഊരി മാറ്റേണ്ടതാണ്. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സെക്യൂർ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ എത്ര ഭംഗിയിലാണ് ആ സാരി ഫ്ലീറ്റ്സ് കിടക്കുന്നതെന്ന്. ഒട്ടും തന്നെ പുറത്തേക്കോ അകത്തേക്കോ ഒന്നും പോവാതെ എല്ലാം ഈവണായി ഒരേ വീതിയിൽ കിടക്കുന്ന കണ്ടില്ലേ. അതിന് ശേഷം നമുക്കത് ഊരിയെടുക്കാം. നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഫ്ലീറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഫ്ലീറ്റ്സാണ് വരുന്നത്. നമ്മുടെ കാലിൻ്റെ 1/4 ഭാഗം കവർ ചെയ്യുന്ന വിധത്തിലാണ് മുന്താണി ഇടേണ്ടത്. 1/4 ഭാഗം മാത്രമേ ബാക്കിയാവാൻ പാടുള്ളൂ. അതിനുശേഷം നല്ലൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഷോൾഡറിന് കണക്കായിട്ടാണ് നമ്മളിപ്പോൾ സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്യുന്നത്. നല്ല മൂർച്ചയുള്ള സേഫ്റ്റി പിൻസ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന സേഫ്റ്റി പിന്ന് റിമൂവ് ചെയ്തു. താഴെയായി കുത്തിവെച്ച ആ ഒരു സേഫ്റ്റി പിന്നും കൂടെ റിമൂവ് ചെയ്തു. ഇപ്പം ഏറ്റവും അടിയിലുള്ള സേഫ്റ്റി പിന്ന് മാത്രമേ അവിടെ കിടപ്പുള്ളൂ. കണ്ടല്ലേ, ഓരോരോ സേഫ്റ്റി പിന്നായിട്ട് നമുക്ക് ഊരി മാറ്റാം. അതിനുശേഷം നമ്മൾ കുത്തിയ ആ സേഫ്റ്റി പിന്നിൻ്റെ അവിടുന്ന് 2 ഇഞ്ച് താഴെയായിട്ട് ഏറ്റവും മുകളിലത്തെ ഫ്ലീറ്റ്സിൻ്റെ അടിയിലത്തെ ഫ്ലീറ്റ്സ് ബ്ലൗസുമായിട്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ കുത്തി കൊടുക്കുകയാണ്. അത് വീട്ടിലത്തെ ഏതെങ്കിലും ഒരു മെമ്പറോട് ചെയ്യാൻ പറയണം. കാരണം നമുക്ക് സെൽഫായി ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു മേഖലയാണത്. അതിനുശേഷം ഏറ്റവും ടോപ്പിലത്തെ ഫ്ലീറ്റ്സ് അതിൻ്റെ മുകളിലായി കിടക്കുമ്പോൾ സേഫ്റ്റി പിൻ വെച്ച് കുത്തി എന്നുള്ളത് കാണുമില്ല. അതിനുശേഷം നമ്മൾ ഏറ്റവും ഉള്ളിലായി കിടക്കുന്ന സാരി ഫോൾഡിൻ്റെ ആ ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഒന്ന് ചെറുതായി ഫോൾഡ് ചെയ്യുക. ചെറിയ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തി കൊടുക്കുക. കാരണം നമ്മുടെ കഴുത്തിൻ്റെ അതിലൂടെ സാരി മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. ഇനി ആ ബ്ലൗസിൻ്റെ അടുത്തുനിന്ന് അത് അനങ്ങില്ല. എന്നതിന് ശേഷം നമ്മൾ ബാക്കി വന്ന ഭാഗം പുറകിലൂടെ എടുത്ത് ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുവരിക. നല്ല ഭംഗിയിൽ വിടർത്തി വെച്ച് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലായി പാവാടയുടെ കുറച്ച് താഴെയായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യണം. നല്ല ടൈറ്റ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ സാരി ലൂസായി പിന്നീട് അങ്ങ് പോയിക്കോളും. അതിനുശേഷം ഒരു സേഫ്റ്റി പിൻ കൂടി വെച്ച് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സാരി ഒട്ടും അനങ്ങില്ല. ഇനി അഥവാ അബദ്ധത്തിൽ ഫസ്റ്റ് സേഫ്റ്റി പിൻ ഊരിപ്പോകാനൊരു സാധ്യതയുണ്ടെങ്കിൽ സെക്കൻഡ് സേഫ്റ്റി പിൻ അവിടെ കിടക്കുന്നതുകൊണ്ട് ഒരിക്കലും സാരി അവിടുന്ന് ഇളകിപ്പോവില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പോർഷനാണ്. ഇനി നമുക്ക് ശേഷം നമ്മളൊരു 2 കൈപ്പത്തി വീതിയിൽ സാരിയിൽ നിന്ന് സ്ഥലം വിട്ടതിന് ശേഷമാണ് ഫോൾഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ രണ്ട് ഫിംഗേഴ്സ് വെച്ച് പോയിൻറ്റ് ഫിംഗറും തമ്പ് ഫിംഗറും മാറി മാറി ടച്ച് ചെയ്ത് പിടിച്ച് നമ്മൾ സാരി ഫോൾഡ് വിട്ടു പോകാതെ വേണം ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ. ഒരേ ബ്രെഡ്ത്തിലായിരിക്കണം ഫോൾഡ് ചെയ്തെടുക്കുന്നത്. 1-2 പ്രാവശ്യം ഇതുമാതിരി ഫോൾഡ് ചെയ്തിട്ട് വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന്. അപ്പോൾ ഇത്തിരി ഭാഗം ലെഫ്റ്റ് ചെയ്യണം, മുഴുവനായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കരുത്. അതിന് ശേഷം അത് ഒന്ന് സാവധാനം ഒന്നിങ്ങനെ കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ അങ്ങ് നിന്നോളും. കണ്ടില്ലേ, എല്ലാം ഈവണായി താഴേക്ക് ഇങ്ങനെ നിന്നോളും. 1-2 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് ബ്രെഡ്ത്ത് വശം വരുന്ന പോലെ നമ്മൾ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. നമ്മൾ ഇപ്പോൾ എടുത്ത ഞൊറിവുകളൊന്നും പിന്നീട് ഒട്ടും തന്നെ സ്ഥാനമാറ്റം സംഭവിക്കുകയോ വിട്ടുപോവുകയോ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്യൂർ ചെയ്തതിന് ശേഷം പിന്നീട് താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്നു കൂടി വെച്ചിട്ട് സെക്യൂർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞൊറിവുകളെല്ലാം ഈവണായിട്ട് നമ്മൾ പിടിക്കണം. കാരണം ആ ഞൊറിവിൻ്റെ എൻ പോർഷൻ എല്ലാം ഒരേ ദിശയിൽ വരണം, ഒട്ടും തന്നെ സ്ഥാനം മാറിപ്പോവരുത്. അതിന് ശേഷം കുറച്ച് ഭാഗം നമ്മൾ ലീവ് ചെയ്തത് ഇതിലേക്ക് പിടിക്കാൻ പാടില്ല, അത് അവിടെ ലീവ് ചെയ്ത് തന്നെ പിടിക്കണം. അതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് താഴ്ഭാഗം കൂടെ സെക്യൂർ ചെയ്തു.
ലീവ് ചെയ്ത ഭാഗം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 2 കൈപ്പത്തി വീതിയിൽ കുറച്ച് ഭാഗം സാരിയിൽ നിന്ന് വിട്ട് വെച്ചിട്ടില്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് അവിടെ തന്നെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ നേവലിൻ്റെ കണക്കായിട്ട് നമ്മുടെ എൻ പോർഷൻ വരുന്ന വിധത്തിൽ, ഞൊറിവിൻ്റെ എൻ പോർഷൻ വരുന്ന വിധത്തിൽ ഉള്ളിലേക്ക് സ്കേർട്ടിലേക്ക് നമ്മളത് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ലീവ് ചെയ്ത ആ ഭാഗം നമ്മൾ കയ്യിലൂടെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് നല്ലപോലെ ചുരുട്ടിയെടുത്തിട്ട് പാവാടയിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി വന്ന കുറച്ച് പോർഷൻ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്കേർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ കൈവച്ചെല്ലാം ഒന്ന് തട്ടിക്കൊടുത്തു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ നല്ല ഞൊറിഞ്ഞ് കിടക്കുന്നത്, അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചെറിയ ഭാഗം ലെഫ്റ്റ് ചെയ്ത ആ ഭാഗം റൈറ്റ് സൈഡിലേക്ക് ചുരുട്ടി എടുത്തിട്ട് പാവാടയിലേക്ക് ഇൻസേർട്ട് ചെയ്തില്ലേ, അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നല്ല ഫ്ലീറ്റ്സ് പോലെ ആ സൈഡ് ഭാഗം ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത്. അതിന് ശേഷം നമ്മൾ മുന്താണിയിലുള്ള അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൈവച്ച് ഫ്ലീറ്റ്സൊക്കെ ഒന്ന് നന്നായിട്ട് വരഞ്ഞ് നമ്മളെ ഒരു രീതിക്കനുസരിച്ച് കൈവച്ചൊന്ന് തടവി കൊടുക്കുന്നു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഫ്ലീറ്റ്സിൻ്റെ അടിയിലത്തെ ഫ്ലീറ്റ്സ് നമ്മുടെ ബ്ലൗസുമായിട്ടൊന്ന് സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വയറോ അല്ലെങ്കിൽ സാരി നമ്മൾ കുനിയുമ്പോഴോ ചെരിയുമ്പോഴോ സാരി നീങ്ങി പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. ആ ഭാഗം തൊട്ട് പിന്നീട് ഒരു ഭാഗം സാരി താഴേക്കോ ഒന്നും വരില്ല. നമ്മളിപ്പോൾ കുനിയുമ്പോഴൊക്കെ സാരി താഴേക്ക് വരികയൊക്കെ ചെയ്യുന്നില്ലേ, അതൊന്നും ചെയ്യില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ സാരി ഡ്രാപ്പിങ് ഫൈനൽ ലുക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ സാരി ഡ്രേപ്പിംഗ് ടെക്നിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഓരോ ടിപ്സും ട്രിക്സും ഓർത്ത് തന്നെ സാരി ഡ്രേപ്പ് ചെയ്യുക, എന്നാൽ നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ആണ് ഈ സാരി ഡ്രേപ്പിംഗ് ടെക്നിക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയും കുറേ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. Until we meet next time, this is me Abhina signing off. Bye. Love you all.